ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയ തന്നെ മനോഹരമായിട്ടുള്ള ടാസ്മാനിലെ ലോൺസിസ്റ്റൺ സിറ്റിയിലാണുള്ളത്. അപ്പോൾ ലോൺസിസ്റ്റൺ സിറ്റിയിൽ ഒരു ചാരിറ്റബിൾ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പുതിയതായിട്ട് മലയാളികളായിട്ടുള്ള ആളുകളും ആരാണെങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്ക് വളരെ മിതമായിട്ടുള്ള റേറ്റിൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ് എൻ്റെ ഈ പുറയിൽ കാണുന്ന സിറ്റി മിഷൻ ഷോപ്പ് എന്ന് പറയും, ടിപ്പ് ഷോപ്പ് എന്ന് പറയും. പലരും പല രീതിയിലാണ് അതിനെ വിളിക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ഹൊബാർട്ട് റോഡിലെ ഏറ്റവും വലിയ സിറ്റി മിഷൻ ഷോപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞ ഹൊബാർട്ട് റോഡ് ഇതാണ് കേട്ടോ. അപ്പം ഇത് ഹൊബാർട്ടിലേക്കുള്ള പഴയ ഓൾഡ് റോഡാണ്. അപ്പോൾ പുതിയ റോഡൊക്കെ വന്നു, ഹൈവേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിറ്റി മിഷനിലെ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ 9 AM to 5 PM, സാറ്റർഡേ 9 AM to 4 PM ആണ്. ഇവിടെ ഇപ്പം ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് മിഷൻ ഷോപ്പ് കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു സ്റ്റോറാണ് കേട്ടോ. ഞാൻ വളരെ ക്വിക്കായിട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ. ഒരുപാട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത്. നമുക്ക് സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴത്തേന് ആദ്യം കാണാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടെ കുറേ മാട്രസും ബെഡും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള വിലയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യൂൻ, ഡബിൾ, കിങ്, സിംഗിൾ, ലോങ് സിംഗിൾ എന്നൊക്കെ പറഞ്ഞ് പല റേറ്റിൽ ബെഡുകളും മാട്രസസ് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്കൊരു ഇനീഷ്യലി ഇതൊക്കെ പുതിയ ബെഡുകളാണ് കേട്ടോ. ഇതൊന്നും പഴയ ബെഡുകളല്ല. ഇതൊന്നും യൂസ്ഡ് അല്ല കേട്ടോ. ഇതൊക്കെ പുതിയ ബെഡുകളാണ്. ഈ കവേർഡ് ആയിട്ടുള്ളതെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിലേക്കാണ് വരുന്നത്. ഇവിടെ കുറേ ഫർണിച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പല രീതിയിൽ വിലയിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു വിൻറ്റേജ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് ശരിക്കും ഈ ആം ചെയറിന് $200. ഇവിടെ ഇച്ചിരി വില കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കത്തിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ലെതർ റിക്ലൈനർ $150 വരുന്നത്. ഒരു റിക്ലൈനർ ചെയറാണ്. ഇതിന് രണ്ടും $150 കേട്ടോ വരുന്നത്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മാട്രസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അൾട്രാ ഡബിൾ മാട്രസിൻ്റെ റേറ്റ് $529 വരുന്നത്. ഇച്ചിരി കത്തിയായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ എന്ന് വേണം തന്നെ പറയാം. കാരണം ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നല്ല റേറ്റുകളുണ്ട്. ഈ പുതിയ സാധനങ്ങൾ ഇത് എന്താ പറയുക, യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇതിന് കുറച്ച് റേറ്റ് കൂടി വരും. പക്ഷേ എന്നാലും നമുക്കൊരു വലിയ കടകളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അതിനേക്കാളുമൊക്കെ റേറ്റ് കുറവായിട്ടാണ് ആക്ച്വലി വരുന്നത്. സോ ഇതുപോലുള്ള കുറേ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഈ ഒരു സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ഈ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് സാധനങ്ങളുണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള കൗച്ചുകളാണ്. ഇതവർ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സാധനം മേടിക്കുന്ന സമയത്ത് ഇവർ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വണ്ടി വിളിച്ചാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ സാധനം വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മളുടെ സൗകര്യമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു 3 സീറ്റർ കൗച്ചാണ്. $250 ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം കൊള്ളാം. നല്ലൊരു കുഷ്യൻഡ് ആയിട്ടുള്ളൊരു കൗച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ വരണ ഒരു സിംഗിൾ റിക്ലൈനർ, ഇലക്ട്രിക് റിക്ലൈനറാണ് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ $180 ആണ് വരുന്നത്. സോ പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു കൗച്ചാണ്. പക്ഷേ അത് 2 സീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ശരിക്കും $40 ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒത്തിരി പഴയതാണ്. ഓക്കെ, ഇവിടെ ഈ ഭാഗമൊക്കെ കീറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അവരെന്തോ ഒരു കവറിങ് ഒക്കെ ഇട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, യാ. പിന്നെ ഇതാണ് പെറ്റ്സ് ഒരു വലിയൊരു പ്രശ്നമാണ്. മിക്കവരുടെ വീട്ടിലും പെറ്റ്സ് ഉണ്ട്. അപ്പോൾ പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ പൂട ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയെടുക്കണം. നല്ല പെറ്റ്സ് ഇല്ലാത്ത വീട്ടുകളിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു $25 ഒരു സിംഗിൾ ചെയറാണ്, ഒരു ലൗഞ്ച് കുഷൻ. അത് ഓക്കെ, ഇതൊക്കെ ഇച്ചിരി പോയതാണ് കേട്ടോ. അത് ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ പോയതാണ്. ഇവിടെ ഒരു സ്പ്രിങ് പോലത്തെ എന്തൊരു സാധനം വെച്ചിട്ടുണ്ട്, അതൊക്കെ പോയതാണ്. സോ അങ്ങനെ കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊരു നല്ലൊരു സോഫയായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു സോഫയല്ല, ജസ്റ്റ് ഒരു സോഫ മാത്രമല്ല, സോഫ ബെഡാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നൊരു സാധനം ഇങ്ങനെ ഇറങ്ങി വന്ന് ഇത് ഒരു ബെഡ് പോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഇത് ഒരു ഫുള്ളായിട്ട് ഇതിങ്ങനെ വരും. അപ്പോൾ നമുക്കിത് ബെഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റും ഈ സാധനം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം കേട്ടോ. അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ചില ആളുകൾ വീട്ടിലത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു അത്യാവശ്യം ഇങ്ങനെ റിക്ലൈനർ പോലെ വരുന്ന ഒരു കൗച്ചാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു പെയറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആക്ച്വലി ഒരു 3 പീസ് ലൗഞ്ച് സ്യൂട്ടാണ് കേട്ടോ. ഇതിന് $300 ആണ് വരുന്നത്. ഈ ഒരു 3 എണ്ണത്തിന്, ഈ 2 സിംഗിളിനും ഈ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, അത് 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 5 സീറ്ററിൻ്റെ സാധനത്തിന് $300. ഇതൊരു നല്ല പ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷൻ എല്ലാം ഉള്ളൊരു സാധനമാണ്.
ഇതുപോലെ കുറേ സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. കുറേ കൗച്ചും സാധനങ്ങളൊക്കെ ഇതുണ്ടോ, ക്യാഷ് സെയിൽ ഡെലിവറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പേരൊക്കെ. ഇതവർ ബുക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ്, ഇതവർ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ റെഡ് കോച്ച് $80. അത്യാവശ്യം നല്ല സാധനത്തിനൊക്കെ നല്ല പ്രൈസ് ഇട്ടാണ് അവർ വിൽക്കുന്നത്. നമുക്ക് അത്യാവശ്യം കബോർഡ് അലമാരി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നോക്കാൻ പറ്റും. വാർഡ്രോബ്സ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് വിൻറ്റേജ് ടൈപ്പ് സാധനങ്ങളാണ്, പഴയ ഐറ്റങ്ങളാണ് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ $70 ഒരു ഗ്ലാസും ഇതെല്ലാം വെച്ചിട്ട്. സംഭവം കൊള്ളാം, നൈസ്. പഴയ സാധനങ്ങൾ എല്ലാം ഒത്തിരി പഴയതാണ്, യൂസ്ഡ് ആണ്. നമുക്ക് അത്രയും വലിയ വലിയ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊന്നും കിട്ടണമെന്നില്ല. ഇതുപോലെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഫർണിച്ചറുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടെന്നാണ് തന്നെ പറയാം. ഇത് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഏറ്റവും വലിയ സിറ്റി മിഷൻ ഷോപ്പാണ് കേട്ടോ. ഇത് മിഷൻ ഷോപ്പ് ഇവിടുത്തെ ഏറ്റവും വലുതാണ്. സോ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിവിടെ TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലുണ്ട്. TV യൂണിറ്റ് എന്ന് വിളിക്കാൻ പറ്റും, അതൊരു TV യൂണിറ്റാണ് കേട്ടോ. TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ യൂണിറ്റ്, നമുക്ക് കള്ളുപ്പിയൊക്കെ അതിനകത്ത് പെറുക്കി വെക്കാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഗ്ലാസിൻ്റെ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു സൈഡ് എന്താ പറയുന്നത്, സൈഡ് ലോക്കർ. ഇതിന് $50. ഇതൊരു ടേബിള്, ഭയങ്കര വിൻറ്റേജ് ടൈപ്പ് ടേബിളുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഹാൻഡിൽസൊക്കെ കണ്ടോ, ഭയങ്കര വിൻറ്റേജ് ആയിട്ടുണ്ട്. ഇതിന് എത്ര നോക്കട്ടെ, $80 കേട്ടോ. മാപ്പ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വേൾഡ് മാപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓസ്ട്രേലിയ, ദിസ് ഈസ് ഓസ്ട്രേലിയ. നമ്മളിത് ഇവിടെ ടാസ്മാനിയയിലാണ് ഉള്ളത്. ഓക്കെ, നൈസ് അല്ലേ. സോ ഇതുപോലെ കുറേ സാധനമുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഡിസ്പ്ലേ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് തൂത്തുറച്ചെടുക്കണം കേട്ടോ, മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. കുറേ നാൾ ഇവിടെ വന്നിട്ട്. ഈ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളും കാര്യങ്ങളും കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഡൈനിങ് ടേബിൾ ഇത് പുറത്തിരുന്നത് കേട്ടോ. ഇത് നമ്മൾ ഔട്ട്ഡോർ ടേബിളാണ്. ഇതൊരു പ്രോപ്പർ ഗ്ലാസ് ഡൈനിങ് ടേബിളാണ്. ഇത് നമുക്ക് എത്ര രൂപ നോക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ചെയർ നമ്മൾ സെപ്പറേറ്റ് വേറെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഗ്ലാസ് ഡൈനിങ് ടേബിളിൽ മാത്രം $250 കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കാലൊക്കെ. സോ അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. യമഹയുടെ PSR 2. ഒരു ബാർ ചെയർ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സെഷനിലേക്ക് കുറച്ച് എന്താ പറയുക, ക്ലോത്തിങ് സെഷനാണ് കേട്ടോ. ലേഡീസിൻ്റെയും ജെൻസിൻ്റെ എല്ലാം ക്ലോത്തിങ് സെഷനാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ജെൻസിന് വളരെ കുറവ് ക്ലോത്തിങ്ങേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും വരുമ്പോൾ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികൾക്കുള്ള, ലേഡീസിനുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. കുട്ടികൾക്കും ലേഡീസിനുമുള്ള ഡ്രസ്സസ്സാണ് ഞാൻ കൂടുതലും ഇവിടെ കണ്ടിട്ടുള്ളത്. നമുക്കിവിടെ സ്കാർഫ്, ആ ഒരു സെഷനാണ് ലേഡീസിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക്. പിന്നെ കുറേ ടേബിൾ ക്ലോത്തും കാര്യങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ബെഡ് ലിനനില്ലേ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബുക്കുകളുടെ ഒരു കലവറ തന്നെയുണ്ട്. ഇഷ്ടം പോലെ ബുക്കുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. കുറേ ബുക്കുകൾ പല രീതിയിൽ ഇവരിങ്ങനെ കാറ്റഗറീസ് ഇട്ടിട്ടുണ്ട്. മാഗസിൻ, എഡ്യൂക്കേഷൻ, സീനിയർ ബുക്സ്, ആർട്ട്, ലാംഗ്വേജ് ആൻഡ് ഫോട്ടോഗ്രാഫി, മ്യൂസിക്, ഫോട്ടോഗ്രാഫി, പസിൽ, റൂമേഴ്സ്, പിന്നെ ഓസ്ട്രേലിയൻ ടാസ്മാനിയ ബുക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയിട്ടും ഓരോ കൺട്രീനെ പറ്റിയിട്ടുള്ള പല രീതിയിലുള്ള ഡിഫറൻറ്റ് ഉണ്ടോ. ഇത് പിക്ചോറിയൽ അറ്റ്ലസ് ഓഫ് ഓസ്ട്രേലിയ, ഇതുപോലുള്ള കുറേ ബുക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബുക്ക്. അത് ആ ഒരു സ്റ്റോറി ഓഫ് ഗ്രേറ്റ് സിറ്റിയുടെ, ആ ലണ്ടനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ്. അത് ഞാൻ പണ്ട് എവിടെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ബുക്കുകളും കാര്യങ്ങളുണ്ട്. DIY പ്രോജക്ട്സുകളുണ്ട്, ക്രിസ്ത്യൻ ബുക്കുകൾ, ഗാർഡനിങ് ബുക്കുകൾ, ആനിമൽ ബുക്സ്, കുക്കിംഗ് ബുക്സ്, ഇതുപോലുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ, ഇതൊരു താഴേക്കുള്ള ഭാഗം കേട്ടോ. ഈ റോ ഫുള്ള് ലേഡീസിൻ്റെ ഡ്രസ്സുകളാണ്. ഇത് ലേഡീസ് ഫാഷൻ. അപ്പം ലേഡീസ് ഫാഷനാണ് ഇവിടെ ഫുൾ ഉള്ളത്. സോ ഇതുണ്ട്, വെഡ്ഡിങ് ഗൗണുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇങ്ങനെ വെഡ്ഡിങ് ഗൗണുകൾ ഇതൊക്കെ യൂസ്ഡ് ആണ്. പഴയ സാധനങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം യൂസ് ചെയ്യാൻ കൊള്ളാവുന്നതും കിട്ടും. പക്ഷെ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. എപ്പോഴും പോസിബിൾ ആണ് എന്ന് ഞാൻ പറയില്ല. മിക്കപ്പോഴും വളരെ ലോ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഷൂസ് കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഷൂസുകൾ, ഇത് കൂടുതലും ലേഡീസിൻ്റെയും കുട്ടികളുടെയും ഷൂസുകളാണുള്ളത്. പിന്നെ ഈ ഒരു സെഷൻ മാത്രമാണ് മെൻസിൻ്റെ ഷൂസ് ഉള്ളത്. എനിക്ക് നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ ഇവിടെ കൂടുതലുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ്ലി ലേഡീസ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ന്യൂ വിൻ്റർ അറൈവൽ. ഓക്കെ, നൈസ്. പിന്നെ ഈ സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ലേഡീസിൻ്റെ ഷൂസ്, സാൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുറേ ബൂട്ട്സുകളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആണ്. അത്യാവശ്യം കൊള്ളാവുന്നതും ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അതൊക്കെ നല്ലതാണ്. സോ അങ്ങനെ കുറേ ആ ഒരു സെഷനുണ്ട്. ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. ഒരു സാംസങ്ങിൻ്റെ 50 ഇഞ്ച് സ്മാർട്ട് TV, $300 ആണ്. ഒരു സോണിയുടെ ഒരു സ്പീക്കർ ഇത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഹോം ഡെക്കറായിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളും. ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഞാൻ വളരെ ക്വിക്കായിട്ട് പോകുന്നുണ്ട്, സമയം കളയണ്ട. പിന്നെ കിച്ചൺ യൂട്ടൻസിൽസ് കുറേ സാധനങ്ങളുണ്ട്. ബ്രെഡ് ടോസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്, സ്ലോ കുക്കർ ഇരിപ്പുണ്ട്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വാഷിംഗ് മെഷീനും ഡ്രയറൊക്കെ ഇരിപ്പുണ്ട്. ഇത് വാഷിംഗ് മെഷീനാണ്, ഇത് യൂസ്ഡ് ആണ്. സിംസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. അതൊക്കെ ഭയങ്കര തല്ലിപ്പൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല യൂസ്ഡ് സാധനമാണ്. അതിന് $200 അവർ സത്യം പറഞ്ഞ് ചാർജ് ചെയ്യുന്നത്. ഇതൊരു ഡ്രയർ $120 വരുന്നത്. ആക്ച്വലി ഞാനൊരു ഡ്രയർ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇത് സിംസണിൻ്റെ $150 ഡ്രയറാണുള്ളത്. നമ്മൾ തുണി ഉണക്കാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. വാഷിംഗ് മെഷീൻ അല്ലാണ്ട്, കാരണം തണുപ്പുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറേ അധികം ടെഡി ബിയർ ഐറ്റങ്ങൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ. ഇത് ഈ ഒരു സെഷനിലേക്ക് ഫുള്ള് കിഡ്സിൻ്റെ ബുക്കുകളാണ് കേട്ടോ. കളർ ബുക്കിങ്ങും അല്ലാത്തതും അങ്ങനത്തുള്ള കുറേ സാധനങ്ങളുണ്ട്. ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ട് വെക്കുന്നതാണ്. അവർ വേറെ ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സിസ്റ്റമൊക്കെ വരുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പറയാം, ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഇല്ലയെന്നും പറയാം കേട്ടോ. ഒരു സെഷൻ മുഴുവനും കിച്ചൺ യൂട്ടൻസിൽസും കാര്യങ്ങളാണുള്ളത്. കുറേ പാത്രങ്ങളും ഗ്ലാസ്സുകളും കുപ്പി ഗ്ലാസ്സുകളും എല്ലാം വെച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഇവിടെ ഇങ്ങനെ അടുക്കി ഓരോ റാക്കുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ യൂസ്ഡ് ആണ്. നല്ലതുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലതുണ്ട്. ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം, ഇഷ്ടമുള്ളത് മേടിക്കാം, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ മേടിക്കണ്ട. പാത്രങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളെപ്പോലുള്ള ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുമെന്ന്. കാരണം പക്ഷെ നമുക്ക് യൂസ്ഡ് അല്ലാത്ത പുതിയ സാധനങ്ങൾ കിട്ടും. ആൾക്കാരിങ്ങനെ ഫ്രഷ്ലി പാക്ഡ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വീട്ടിൽ വെക്കാനിടയില്ല, അവർക്കിത് യൂസ് ഇല്ല എന്നുള്ള തോന്നുന്ന സാധനങ്ങളൊക്കെ അവരിങ്ങനെ കൊണ്ടുപോയി ഇതുപോലുള്ള കടകളിൽ, സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളിൽ കൊടുക്കും. അത് നമുക്ക് ഓരോ സ്റ്റിക്കറിട്ട് അവർ വിൽക്കും, നമുക്കത് എടുക്കാം. സോ കുറേ ഷുവർ ഇങ്ങനെ കുറേ അധികം പാത്രങ്ങളോട് വെച്ചിട്ടുണ്ട്. സ്റ്റോർ ക്ലോസ് ചെയ്യുവാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഞാനിവിടുന്ന് പതുക്കെ മാറണം കേട്ടോ. അപ്പം ഇത് കിഡ്സിൻ്റെ ഡ്രസ്സുകളാണ് ഈ ഒരു സെഷൻ മുഴുവൻ ഉള്ളത്. ഇത് ഫുള്ള് കുട്ടികളുടെ ഉടുപ്പുകൾ. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജെൻസിൻ്റെയും അതുപോലെ തന്നെ പയ്യന്മാരുണ്ട്. നമ്മുടെ പയ്യന്മാരുടെ ഷൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെഷനിലുണ്ട് കിഡ്സിൻ്റെ. സോ ഇതൊക്കെ ജെൻസിൻ്റെ ഷൂസ് ഏരിയാസാണ്. അപ്പോൾ ഇത് ഫുള്ള് ജാക്കറ്റും ട്രൗസേഴ്സും ഷർട്ട്സും ടീഷർട്ട്സും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെയും കുറേ ഷൂസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റാക്ക് ഫുള്ള് ലേഡീസിൻ്റെ ഷൂസാണ് കേട്ടോ. സൈസ് 8 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ നേരത്തെ കാണിച്ച സീനിലെ സൈഡ് വ്യൂ ആണ് കേട്ടോ. താഴത്തെ ലോവർ സെഷനാണിത്. ഇവിടെ നമുക്കൊരു ചേഞ്ചിങ് റൂമും കൊടുത്തിട്ടുണ്ട്. സോ ചേഞ്ചിങ് റൂമിൽ കയറിയിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സിറ്റി മിഷൻ. സോ ഗൈസ്, അങ്ങനെ വണ്ടിക്കകത്ത് വന്ന് കയറി കേട്ടോ. ഷോപ്പ് ക്ലോസ്ഡ് ആയി. 4 മണിയാകുമ്പോൾ ക്ലോസ് ആവും. ഞാൻ 3:45 ആണ് വന്നത്. വളരെ ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ ഞാൻ തന്നെ അല്ലെങ്കിൽ കുറേ നേരം ഇവിടെ നിന്ന് സമയം കളയും. ഓക്കെ, അപ്പോൾ സിറ്റി മിഷനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലെ നിങ്ങൾക്ക് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിറ്റി മിഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം. ബട്ട് ഞാൻ UK എന്ന് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് UKയിലെ ചാരിറ്റബിൾ ഷോപ്പായിട്ട് ചെറിയൊരു കമ്പാരിസൺ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ. UKയിലുള്ളവർക്കറിയാം, സ്യൂ റൈഡർ എന്ന് പറഞ്ഞ ഷോപ്പ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഷോപ്പാണ്. നമുക്ക് അത്യാവശ്യം ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്യൂ റൈഡറിൽ നിന്ന് കിട്ടും. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ UKയിലെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് £3 വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ ഷർട്ടുകളും ജാക്കറ്റുകളും ജീൻസും ഒക്കെ കിട്ടും എന്നുള്ളത് ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ടാഗ് പൊട്ടിക്കാത്ത ജീൻസ് വരെ എനിക്ക് സ്യൂ റൈഡറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് സൈസ് എന്നും കൂടെ ഓർക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അന്ന് അവിടെ തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്കപ്പോഴും ഷോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം ഒരു ജാക്കറ്റോ ഒരു കോട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ യൂസ് ചെയ്തിട്ട് കടയിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മളുടെ ബഡ്ജറ്റൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളൊക്കെ എടുക്കുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല കാര്യമാണ് ചെയ്യുന്നത്. നമ്മളൊരു ചാരിറ്റിയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റും കുറയുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സിറ്റി മിഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സിറ്റി മിഷനിൽ വളരെ അധികം ഫുള്ളി, അതായത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ട് അത് റബ്ബിഷിലേക്ക് പോകേണ്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും ഭയങ്കര നല്ല റേറ്റിലാണ്. $15-20 വളരെ മോശപ്പെട്ട ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നത്. അതെനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്. എനിക്കത് ആ ഒരു സെൻസ് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവർക്ക് കുറച്ചുകൂടി ചീപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കമ്പയർ ടു UK ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ആ സ്യൂ റൈഡറാണ് UKയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ചാരിറ്റബിൾ ഷോപ്പ്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് പ്രൈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഡ്രസ്സുകൾ സിറ്റി മിഷൻ ഷോപ്പിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഡ്രസ്സുകളൊക്കെ കേമാർട്ടിലൊക്കെ ഉണ്ട്. കേമാർട്ട് ഉണ്ടെങ്കിൽ ചില റീജിയണൽ ഏരിയാസിൽ കേമാർട്ടുകൾ ഉണ്ടാവില്ല.
അപ്പോൾ കേമാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കേമാർട്ടിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുക. വളരെ ചീപ്പായിട്ട് നമുക്ക് കേമാർട്ടിൽ നിന്ന് ഡ്രസ്സുകൾ കിട്ടും. അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ മോശം എന്ന് ഒരിക്കലും പറയാറില്ല. നമ്മളെല്ലാവരും കേമാർട്ട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് നമുക്ക് കേമാർട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫീസിബിൾ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഫർണിച്ചർ, അതുപോലെ തന്നെ ഹോം ഡെക്കോർ, എന്തെങ്കിലും കട്ട്ലറീസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കാം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ സിറ്റി മിഷൻ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വില കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. കാരണം ഫർണിച്ചറിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു ടേബിൾ ആണെങ്കിലോ, ഒരു ഡൈനിങ് ടേബിൾ, നമ്മൾ എന്താ പറയുക, സോഫ സെറ്റ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടുകയും ചെയ്യും. യൂസ്ഡ് ആണ്. നമ്മുടെ ഒരു ക്ലീനിങ് പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. മിക്കവരും അത് ക്ലീൻ ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കുന്നത്. നല്ല ആൾക്കാർ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കിട്ടുമ്പം എടുക്കുവാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു ലാഭകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഇഷ്ടം പോലെ ബുക്കുകൾ വായിക്കാം കേട്ടോ. ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വളരെ ചീപ്പായിട്ടൊരു ബുക്കുകൾ കിട്ടും. $1 50 സെൻറ്റിനൊക്കെ നമുക്കിവിടെ ബുക്കുകൾ കിട്ടും. അപ്പോൾ നമുക്ക് ബുക്ക് വായിക്കാം. ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ യൂസ്ഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ നഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് സിറ്റി മിഷനെ പറ്റിയിട്ട് തോന്നിയ കാര്യങ്ങൾ. കമ്പയർഡ് ടു UK സ്യൂറൈഡർ, എനിക്ക് ഭയങ്കരമായിട്ട് സ്യൂറൈഡർ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മുടെ സ്യൂറൈഡർ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, ജാക്കറ്റുകൾ. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ജാക്കറ്റ് സ്യൂറൈഡറിന് മേടിച്ചാണ്. വിൻ്റർ കോട്ടാണ് കേട്ടോ. ഭയങ്കര കിടിലൊരു സാധനമാണ്. എനിക്ക് അത്രയും ഹൈ ക്വാളിറ്റി, അതെനിക്ക് ടാഗ് പൊട്ടിക്കാതെ കിട്ടിയൊരു സാധനം, ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ളൊരു കിട്ടിയൊരു സാധനമാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര യൂസ്ഡ് ആയിട്ട് കിട്ടിയതുകൊണ്ട്, പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് യൂസ്ഡ് ആണെന്നത് തോന്നത്തില്ല നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എനിവേ, അതൊക്കെ ഒരു ഓർമ്മകളായിട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം മേടിക്കണം, യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കണം. ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ എല്ലാവരും ഭയങ്കര കാശിട്ടാണ് വെക്കുന്നത്. ചിലപ്പോൾ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടണം. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മിഷൻ ഷോപ്പ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.